പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ജെറേമിയ 17:14. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം ഉള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവിന് മാത്രമേ നമ്മളെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ച് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകേണ്ട എന്നൊന്നുമല്ല. ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകണം. അസുഖമുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് പോകണം, ആശുപത്രിയിൽ പോകണം. സയൻറ്റിഫിക് മെത്തേഡ്സൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. പക്ഷേ അൾട്ടിമേറ്റ്ലി കർത്താവാണ് നമുക്ക് സൗഖ്യം നൽകുന്നത് എന്ന പൂർണ്ണമായ വിശ്വാസവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ സൗഖ്യമെന്ന് പറയുന്നത് ഫിസിക്കൽ ഒരു അസുഖങ്ങളിൽ നിന്നുള്ള സൗഖ്യം മാത്രമല്ല, ആന്തരിക മുറിവുകളിൽ നിന്നുള്ള സൗഖ്യം കൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നു. വീണ്ടും സങ്കീർത്തനം 147 3-ാം വാക്യം. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചു കെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഹൃദയം തകരുക എന്ന് പറയുന്നത് വലിയ വലിയ മുറിവുകൾ, ഉപേക്ഷകൾ, മറ്റുള്ള മനുഷ്യരുടെ പ്രവൃത്തികൾ മൂലം ഏറ്റിട്ടുള്ള ആന്തരികമായ മുറിവുകൾ, ലഭിക്കേണ്ട സ്നേഹം ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാതിരുന്ന അവസ്ഥകൾ, മുറിവാക്കുകൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ടുപോയ അവസരങ്ങൾ, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയം നുറുങ്ങിയിരിക്കുകയാണ്. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വചനമാണ്. ആധുനിക ലോകത്ത് ഈ ലോകം പലപ്പോഴും നമ്മളെ അകാരണമായി പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കും. പുറമേയുള്ള നമ്മുടെ ബാഹ്യമായ ലുക്കിലൊന്നും ഇത് ചിലപ്പോൾ പ്രകടമാവുകയില്ല. പക്ഷെ ആന്തരികമായി ഒരു മനുഷ്യൻ പുറത്ത് ചിരിച്ചു കാണിച്ചാലും പലപ്പോഴും ആന്തരികമായി അവൻ കരയുകയായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും പുറത്തൊക്കെ വളരെ പദവി, പൈസയ്ക്ക് പൈസ, പ്രാഗൽഭ്യം എല്ലാം ഉണ്ടായിട്ടും പലപ്പോഴും ആത്മഹത്യയൊക്കെ പുൽകുന്നത് ഈ ആന്തരിക സൗഖ്യക്കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പം എവിടെ നിന്നൊക്കെ സന്തോഷം ലഭിക്കുമോ എന്നൊക്കെ, സന്തോഷം, സമാധാനവും സ്നേഹവും ലഭിക്കുമെന്നൊക്കെ കരുതി നമ്മൾ ആരെയൊക്കെ പിന്തുടർന്നുവോ അവിടെ നിന്നൊന്നും ഇത് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് വലിയ മുറിവുകൾ നമ്മളിൽ രൂപപ്പെടും. നമ്മുടെ സർവശക്തനായ കർത്താവിനെ ഇതെല്ലാം സൗഖ്യപ്പെടുത്താൻ നിമിഷ നേരം മതി. വീണ്ടും സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അപ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പക്ഷെ കർത്താവിൻ്റെ അടുത്ത് പോകുമ്പോൾ മനമുരുകി വേണം നമ്മൾ പോകാൻ. അങ്ങനെയുള്ളവരെ അവിടുന്ന്
രക്ഷിക്കുന്നു. നമ്മൾ പശ്ചാത്തപിച്ച് നമ്മുടെ കുറവുകളെ പ്രതി നമ്മൾ പശ്ചാത്തപിച്ച് വേണം കർത്താവിൻ്റെ ഒരു അഹംഭാവത്തോടെയൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. മറ്റുള്ളവരോട് വിദ്വേഷം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയില്ല. അപ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, മനമുരുകണം. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വീണ്ടും സുഭാഷിതങ്ങൾ 4:20, മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. അപ്പൊ കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഹൃദയം പരിശുദ്ധമായി സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവൻ ജീവനുള്ളവനാകും. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. അപ്പൊ ഹൃദയത്തിന് ചുറ്റും വചനം കൊണ്ട് വേലി കെട്ടി കർത്താവിന് നിരക്കാത്ത ഒന്നും ചെയ്യാതെ പരിശുദ്ധിയിൽ ജീവിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ ഉറവകൾ പുറപ്പെടും. വീണ്ടും യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെങ്കിലും, ആരൊക്കെ നമ്മളെ ചതിച്ചാലും തള്ളിപ്പറഞ്ഞാലും ഉപേക്ഷിച്ചാലും അധിക്ഷേപിച്ചാലും സന്തോഷമായിരിക്കുവൻ. മനമുരുകി കർത്താവിലേക്ക് തിരിയുവൻ. കർത്താവെ, എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയുമായി കർത്താവിലേക്ക് തിരിയുവൻ. മനമുരുകിയവർക്ക് സമീപസ്ഥനാണ് കരുണാമയനായ ആബാ പിതാവ്. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട്, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ പൊതിയും. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഇത് മനസ്സിലാക്കി കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു നിലപാട് നമുക്ക് എടുക്കാം. കാരണം ശാശ്വതമായ വിജയം കർത്താവിൻ്റെ പാതയിൽ മുന്നേറുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അബാ പിതാവേ, എൻ്റെ മുന്നിൽ അങ്ങയുടെ പാത ലളിതമാക്കണമേ. എൻ്റെ മുന്നിൽ അങ്ങയുടെ പാത എനിക്ക് ലളിതമാക്കണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. Thank you, Jesus. Adore you, Jesus Christ. Worship you, Jesus Christ. Hallelujah. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.